പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. ചോദ്യം എന്താണെന്നറിയോ? നമ്മൾ ജീവിതത്തിൽ എല്ലാം സഹിച്ചും പൊറുത്തും ക്ഷമിച്ചും മാത്രം മുന്നോട്ട് പോകേണ്ട ആളാണോ? പല ആൾക്കാരും കുടുംബത്തിൽ തന്നെ മക്കൾക്ക് മുന്നിൽ, ഭർത്താവിൻ്റെ മുന്നിൽ, അയൽവാസിയുടെ മുന്നിൽ, ഭാര്യയുടെ മുന്നിൽ, അങ്ങനെ ഓരോ ആൾക്കാരുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ, നമ്മുടെ മേലാധികാരികളുടെ മുന്നിൽ, അങ്ങനെ പല ആൾക്കാരുടെ മുന്നിലും വളരെയേറെ അടിമത്ത ഭാവത്തിൽ ജീവിക്കാറുണ്ട്. ഈ അടിമത്ത ഭാവത്തിൽ ജീവിക്കുന്നതെന്ന് പറയുന്ന അവസരത്തിൽ നമ്മൾ സഹിക്കുകയാണ് പലതും. ഇപ്പം നമ്മുടെ മക്കളെ കാര്യം നമുക്ക് നോക്കാം. ആ മക്കൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസമെടുത്ത് ജോലി കിട്ടി നല്ല നിലയിലേക്ക് എത്തണം എന്നുള്ള ആ ചിന്തയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾക്ക് വേണ്ടി പലതും സഹിക്കും. ആ അവസരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു വീട്ടു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ആ പൈസ കിട്ടിയാൽ മാത്രമേ എൻ്റെ കുട്ടിയുടെ ഭാവി തെളിയുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ അവരുടെ ആട്ടും തുപ്പും ശകാരങ്ങളും വേണ്ടി വന്ന തല്ല് വരെ കൊണ്ടിട്ട് നമ്മൾ അവിടെ അടിമപ്പണി പോലെ എടുക്കും, സഹിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ജോലി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഓരോ മേലുദ്യോഗസ്ഥന്മാരുടെ മുന്നിലായാലും അല്ലെങ്കിൽ പല ആൾക്കാരുടെ മുന്നിലും അടിമയെ പോലെ ജീവിക്കുന്ന നമ്മുടെ മക്കളുടെ ഭാവിയെ ഓർത്തിട്ട് എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ചില ഭാര്യമാർ, ഭർത്താവ് കുടിച്ച് കൂത്താടി വന്നിട്ട് പുറത്ത് അല്ലെങ്കിൽ ശരീരത്തിൽ ആസമാനം അടികെട്ടി വേദന കൊണ്ട് പൊളഞ്ഞാലും അതെല്ലാം സഹിച്ച് ആ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടി പെരുമാറി ചേർത്ത് പിടിക്കാൻ നോക്കും. പക്ഷെ ഭർത്താവ് ചേർന്ന് നിൽക്കില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? തൻ്റെ കുടുംബത്തിൽ തൻ്റെ മക്കൾക്ക് ഒരു വിവാഹാലോചന വരുന്നിരിക്കട്ടെ, അച്ഛൻ കള്ളു കുടിച്ചിട്ട് തെറ്റിപ്പിരിഞ്ഞ് വേറെ പോയിരിക്കുകയാണ് എന്നൊരു പേരുദോഷം വന്നാൽ എൻ്റെ കുട്ടിക്ക് എന്താ സംഭവിക്കുക? അതുപോലെ തൻ്റെ കുട്ടിക്ക് ഒരു ജോലി കിട്ടുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും മോശമുണ്ടാകുമോ? ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുമോ? അച്ഛൻ കൊണ്ടുതരുന്നത് ചിലപ്പം അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തുച്ഛമായി എന്തെങ്കിലും കൊണ്ടുതരുന്നതാവും. അത് നിന്നു പോയാൽ എൻ്റെ കുട്ടിയുടെ ഭാവി നശിച്ചു പോകില്ലേ എന്നുള്ള ചിന്തയോടുകൂടി ചില അമ്മമാർ ഭർത്താവിനെ സഹിച്ചും പൊറുത്തും ക്ഷമിച്ചുമൊക്കെ ജീവിതം പിടിച്ചു നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് ചില ഭാര്യമാരെ സഹിച്ചും കൊണ്ട്. കാരണം ഞാൻ കുടുംബത്തിൽ നിന്നും ഭാര്യയെ ഉപേക്ഷിച്ച് പോയവനാണ് അല്ലെങ്കിൽ ഭാര്യയെ സംരക്ഷിക്കാത്തവനാണെന്നുള്ള പേരുദോഷം വരില്ലേ എന്നുള്ള ചിന്തയോടുകൂടി ഭാര്യയുടെ ധൂർത്തിനും അവളുടെ കുത്തുവാക്കും കേട്ടുകൊണ്ട് സഹിച്ചും പുറത്തു നിൽക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ആ ഭർത്താവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പല കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ക്ഷമയോടുകൂടി നിൽക്കുക. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഞാൻ കാരണമില്ലാതെയാകരുത് എന്നുള്ള ചിന്ത. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ സഹിക്കാനും പൊറുക്കാനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ജീവിതകാലം മുഴുവൻ നമ്മൾ സഹിക്കേണ്ട ഒരാളല്ല. നമ്മുടെ സംസ്കാരപ്രകാരം നമ്മൾ ക്ഷമ വേണം നമുക്ക്. പക്ഷേ അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നും നാട് വിട്ട് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതായിരിക്കും, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. ആ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ പ്രൈവറ്റ് കമ്പനിയിൽ തന്നെയുള്ള ചില ആൾക്കാർ നമ്മുടെ നിലനിൽപ്പിന് ദോഷകരമാകുന്ന പല പ്രവൃത്തിയും ചെയ്യും. നമ്മളൊക്കെ അതൊക്കെ സഹിക്കും. കാരണം എന്താ? ഈ ജോലി പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള ചിന്തയിൽ നമ്മളതെല്ലാം സഹിക്കും. അങ്ങനെ ആ ജോലി സ്ഥലത്തുള്ള പലരുടെയും കുത്തുവാക്കുകളും അതുപോലെ തന്നെ ചിലപ്പോൾ അടി വരെ നമ്മൾ കൊള്ളേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. എന്നാലും നമ്മളത് സഹിച്ച് നമ്മളവിടെ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഇങ്ങനെ സഹിച്ച് എത്ര കാലമാണ് ജീവിക്കേണ്ടത്? ജീവിതകാലം മുഴുവൻ അങ്ങനെ സഹിക്കണോ? എന്നാൽ യഥാർത്ഥ ഹിന്ദു അങ്ങനെ ഒരിക്കലും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും പുറത്തും നിൽക്കേണ്ടവനല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവളല്ല യഥാർത്ഥ ഹിന്ദു എന്നാണ് പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ നിലനിൽപ്പുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല ദുരിതങ്ങളും, വീട്ടു ജോലി ചെയ്യുന്ന ആൾക്കാരായാലും മറ്റുള്ളവരും പലത് അനുഭവിക്കുന്നുണ്ട് പറഞ്ഞു. അവർക്കൊരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ശക്തമായ രീതിയിൽ പ്രതികരിക്കാം. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത്
എൻ്റെ മക്കളെ ഓർത്താ. ഇന്ന് അവർക്ക് ശക്തമായൊരു നിലയായി. അതുകൊണ്ട് ഇനി നിൻ്റെ വാക്കും കുത്തുവാക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, അടി കൊള്ളേണ്ട ആവശ്യമില്ല. ഇന്ന് ഇങ്ങോട്ടൊരു അടി അടിച്ച 10 അടി തിരിച്ചടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന രീതിയിൽ ശക്തമായ രീതിയിൽ ആ അവസരത്തിലെങ്കിലും നമ്മൾ പ്രതികരിക്കണം. അടിമയെപ്പോലെ ജീവിക്കല്ല വേണ്ടത് നമ്മൾ. അപ്പോൾ തൽക്കാലം മാത്രമാണ് ഈ ക്ഷമയും ഇതൊക്കെ, കാരണം നമ്മുടെ നിലനിൽപ്പിൻ്റെ കാലഘട്ടം വരെയുണ്ട്. അപ്പോൾ നമുക്കൊരു പരിഹാരമാകുമെന്ന്, കാരണം നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പരിഹാരം നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ 100% നമുക്കത് ചെയ്യാം. രണ്ടാമതൊരു കാര്യം, ഈ കുത്തുവാക്കും ഈ പ്രശ്നങ്ങളും നമ്മുടെ ജീവൻ്റെ പോലും നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മൾ സഹിക്കരുത്. പിന്നെ അവിടെ നമ്മൾ ക്ഷമിക്കുകയോ പൊറുക്കുകയോ വേണ്ട. നമ്മളെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ദോഷകരമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പിന്നീട് ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്തും നമ്മൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ജീവിതകാലം മുഴുവൻ നമ്മൾ അടിമകളായി കഴിയരുത്. അതൊരു കുടുംബത്തിലായാൽ ശരി, ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, എല്ലാവരും ആവട്ടെ, നമ്മളൊക്കെ പലതും സഹിക്കാൻ വേണ്ടി മൗനമായിട്ട് അതിനെല്ലാം നേരിടുകയാണ്. എന്തിനാ നേരിടുന്നറിയോ ഇതൊക്കെ? ഇപ്പം നമ്മുടെ മക്കളിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കാറുണ്ട്, മാതാപിതാക്കൾ. എന്തുകൊണ്ടാ? ആ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്നുള്ളൊരു വിശ്വാസമാണ്. ഭർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു, ഭാര്യയിൽ നിന്ന് കേൾക്കുന്നു. കാരണം ഇന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അവർ നന്നാകും എന്നുള്ളൊരു വിശ്വാസവും കൂടി നമുക്കുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവിടെ നിർത്തണം. ഇത് തന്നെയാണ് നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ കാര്യം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവരാണ് ഹിന്ദു സനാതന ധർമ്മ വിശ്വാസികൾ. എല്ലാ കാര്യത്തിലും ആ ഒരു ഗുണമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നിലനിൽപ്പിന് ബാധകമാകും, ദോഷമാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സനാതന ധർമ്മം നശിക്കാൻ ഇടവരും. ആ സനാതന ധർമ്മത്തിൽ നമ്മൾക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കണം. അങ്ങനെ ഒരു പ്രതികരിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ് ഇന്നുള്ളത്. പല മേഖലയിൽ നിന്നും, ഗവൺമെൻറ് തലത്തിലാവട്ടെ, മറ്റു മതസ്ഥരുടെ ഇടയിൽ നിന്നാവട്ടെ, ഇനി അതല്ല ഈ ഹിന്ദു വിരോധികളായ ആൾക്കാരിൽ നിന്നെല്ലാം തന്നെ, രാഷ്ട്രീയക്കാരിൽ നിന്നടക്കം നമ്മുടെ ഹിന്ദു സമാജം വളരെയേറെ ഭീഷണി നേരിടുകയാണ്, വെല്ലുവിളികൾ നേരിടുകയാണ്. ഈ അവസരത്തിലും നമ്മൾ നമ്മുടെ കാര്യം, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം എന്ന് മാത്രം വിചാരിച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ നാളെ നമ്മുടെ നിലനിൽപ്പുണ്ടാകില്ല. അപ്പോൾ അവിടെയും നമ്മൾ പ്രതികരിക്കണം. ഒറ്റക്കല്ല, കൂട്ടമായിട്ട് പ്രതികരിക്കണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആത്മാഭിമാനമുള്ളവരാണ്. ആ ആത്മാഭിമാനം പണയം വെച്ചത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ആ നിലനിൽപ്പ് ഇല്ലാതെയാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചേ പറ്റൂ. അപ്പോൾ ഇതൊരു സൂചന മാത്രമാണ്. ഈ നവരാത്രിയുടെ കാലഘട്ടത്തിൽ മഹിഷാസുരന്മാരായ പലതിനെയും നമ്മൾ ഇന്ന് സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പലതിനെയും അങ്ങനെ സഹിക്കേണ്ടി വരുന്നത് നമ്മുടെ നിലനിൽപ്പിന് ഗുണകരമാകും എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ദോഷം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി സാക്ഷാൽ പരാശക്തി രൂപമെടുത്തു. കാരണം എന്താ? മഹിഷാസുരൻ്റെ ദുഷ്ടതകൾ പാരമ്യത്തിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ ആ പരാശക്തി രൂപമെടുത്തത്. അതുപോലെ നമ്മുടെ ഉള്ളിലും ഒരു പരാശക്തിയുടെ ഭാവമുണ്ട്. മഹിഷാസുരനെ നിഗ്രഹിച്ച ആ പരാശക്തിയുടെ ഭാവം, ആ ഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ സനാതന ധർമ്മ വിശ്വാസിയാകുന്നത്, യഥാർത്ഥ ഹിന്ദു ആകുന്നത്. ക്ഷമിക്കാം ഒരു പരിധി വരെ. പരിധി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടിക്കണം, സുനാമി വരും പോലെ. അത് എന്നും ഓർമ്മിക്കത്തക്ക വിധത്തിൽ നമ്മൾ തിരിച്ചോട് കൊടുത്തേ പറ്റൂ. അതാണ് വേണ്ടത്. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരുത്തിൻ്റെയും തലയിലേക്ക് പാഞ്ഞു കയറരുത്. നമുക്ക് ദോഷം ചെയ്യാത്ത ഒരുത്തിനെയും നമ്മൾ ദ്രോഹിക്കരുത്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.